നമസ്കാരം, ഇത് IBN മലയാളം. ഉണ്ണി മുകുന്ദന്റെ ഈ ചിരിക്കു പിറകിൽ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടും അവഗണനകളും ക്രൂരമായ സൈബർ ആക്രമണങ്ങളുമുണ്ട്. അടുത്ത കാലത്തൊന്നും ഒരാൾ ജയിക്കുന്നത് കണ്ടിട്ട് ഇത്ര സന്തോഷം തോന്നിയിട്ടില്ല. ഉണ്ണി മുകുന്ദൻ മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ ജനനം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വയലൻസ് രംഗങ്ങളുള്ള ചിത്രമെന്ന അവകാശവാദവുമായി വന്ന ചിത്രമാണ് മാർക്കോ. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചിത്രത്തിൽ വയലൻസ് ഉണ്ടെന്ന ഒരു വിമർശനവുമായി പരിഗണിക്കേണ്ട കാര്യവുമില്ല. സെൻസർ ബോർഡ് സിനിമയ്ക്ക് കൃത്യമായ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഗംഭീര ട്രീറ്റാണ് മാർക്കോ. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര വയലൻസ് കാണാം. അടുത്തിറങ്ങിയ അനിമലിനോടും കില്ലിനോടുമൊക്കെ വയലൻസിന്റെ കാര്യത്തിൽ ഒരു മത്സരം നടത്തിയാൽ മാർക്കോയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. മറ്റു പല സിനിമകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഫൈറ്റ് സീനുകളാണ് സിനിമയുടെ സർവ്വവും. പുഷ്പ 2-വിൽ ശ്രമിച്ചിട്ട് വേണ്ടത്ര ഇമ്പാക്റ്റ് ലഭിക്കാതെ പോയ ടൈപ്പ് ഫൈറ്റ് വരെ മാർക്കോയിൽ മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്. ഹനീഫ് അദേനിയുടെ മേക്കിങ്ങിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ സ്റ്റൈലും സ്വാഗുമൊക്കെ ചിത്രത്തിൽ കാണാം. ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയ സ്പേസിലെ അഴിഞ്ഞാട്ടം കൂടിയാണ് മാർക്കോ. എല്ലാ കാലത്തും ഒരു തെലുങ്ക് സൂപ്പർ സ്റ്റാറിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒത്തിണങ്ങിയ നടനാണ് ഉണ്ണി. അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത സിനിമ കൂടിയാണ് മാർക്കോ. അയാൾ ഈ സിനിമയിൽ ഒരേ സമയം 100 പേരെ ഇടിച്ചിട്ടാലും നമുക്കൊരു അത്ഭുതവും തോന്നില്ല. അങ്ങനെ കൺവീൻസിംഗ് ആയി വേഷം ചെയ്യാൻ കഴിയുന്ന എത്ര യുവതാരങ്ങൾ നിലവിൽ മലയാളത്തിലുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉണ്ണിയുടെ പ്രസക്തി മനസ്സിലാവുക. പൊതുവെ ഡയലോഗ് ഡെലിവറിയിലാണ് ഉണ്ണിക്ക് പിഴയ്ക്കാറുള്ളത്. എന്നാൽ മാർക്കോയിൽ അയാളുടെ ശൈലിക്ക് ഒത്തിണങ്ങുന്ന ഡയലോഗുകൾ കൂടി ഒത്തുവന്നപ്പോൾ ഉണ്ണിക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന വേഷമായി അത് മാറി. വെറുതെ പ്രൊപ്പഗൻഡ സിനിമകളുടെ ഭാഗമായി സമയം കളയാതെ തൻ്റെ യുണീക്ക് എബിലിറ്റീസ് മനസ്സിലാക്കി ഉണ്ണി മുന്നോട്ട് പോയാൽ തീർച്ചയായും അയാൾ ഒരു സ്റ്റാർ മെറ്റീരിയലാണ്. ജഗദീഷിന്റെ ഈ സിനിമയിലെ റോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ആ കഥാപാത്രത്തെ സെൻട്രൽ ക്യാരക്ടർ ആക്കിക്കൊണ്ട് ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് പോലുമുണ്ട്. ടോക്സിക് പ്രണയത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു സംഭാഷണം സിനിമയിലുണ്ട്. അതില്ലായിരുന്നെങ്കിലും സിനിമയുടെ ഒഴുക്കിന് ഒന്നും സംഭവിക്കാനില്ലായിരുന്നു എന്നിരിക്കെ അത്തരം ഡയലോഗുകൾ ഒഴിവാക്കാമായിരുന്നു. തല ഉടലിൽ നിന്ന് മാറിക്കിടക്കുന്ന സീനിൽ ഡമ്മി ആകും ഉപയോഗിക്കുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ആ രംഗം വരുമ്പോൾ അത് ഡമ്മിയാണല്ലോ എന്ന് പ്രേക്ഷകനെ കൊണ്ട് ചിന്തിപ്പിക്കാതെ ഇരിക്കലാണ് സംവിധായകന്റെ കഴിവ്. അത് പക്ഷെ പലപ്പോഴും മാർക്കോയിൽ സംഭവിച്ചിട്ടില്ല. ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന നിലയിൽ ഇത്തരം സിനിമകളും മലയാളത്തിന് ആവശ്യമാണെന്നാണ് കരുതുന്നത്. അത്തരം പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. എന്തായാലും മാർക്കോ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാതെ വയ്യ. എന്റർടൈൻമെന്റ് ഡെസ്ക്, IBN മലയാളം.